ഇസ്രയേൽ പലസ്തീൻ സംഘർഷത്തിൽ വർഷങ്ങളായി ദുരിതമനുഭവിക്കുന്ന ഗാസയിലെ കുട്ടികൾക്കും സ്ത്രീകൾക്കും സാന്ത്വനമേകി യുഎഇയുടെ സഹായഹസ്തം. സഖ ബിൻ മുഹമ്മദ് അൽ ഖാസിമി ഫൗണ്ടേഷൻ ഫോർ ചാരിറ്റി ആൻഡ് ഹ്യൂമാനിറ്റേറിയൻ വർക്ക്സ് നൽകുന്ന ചികിത്സാ പ്രതിരോധ സാമഗ്രികളടങ്ങിയ വാഹനവ്യൂഹം ഗാസ മുനമ്പിൽ പ്രവേശിച്ചു. യുഎഇ സർക്കാരിന്റെ കാരുണ്യ പദ്ധതിയായ ഓപ്പറേഷൻ ഷിവറൽസ് നൈറ്റ് 3യുടെ ഭാഗമായാണ് 30 ടണ്ണോളം വരുന്ന അവശ്യവസ്തുക്കൾ അർഹരിലേക്ക് എത്തിയത്. പോഷകാഹാരക്കുറവ് പരിഹരിക്കാൻ ലക്ഷ്യമിട്ടുള്ള യൂണിസെഫ് അംഗീകൃത ഉൽപ്പന്നങ്ങളാണ് സഹായത്തിലുള്ളത്. നിലക്കടല, പാൽ, പഞ്ചസാര, കൊഴുപ്പ് എന്നിവ ചേർത്ത പോഷക മിശ്രിതങ്ങൾ, അവശ്യ വിറ്റാമിനുകൾ, ധാതുക്കൾ, ഫാറ്റി ആസിഡുകൾ എന്നിവയോടൊപ്പം സമ്പുഷ്ടമായ പ്രതിരോധ മരുന്നുകളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഏകദേശം 20,000 കുട്ടികൾക്കും സ്ത്രീകൾക്കും ഈ സഹായം വലിയ ആശ്വാസമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇവരുടെ ആരോഗ്യം വീണ്ടെടുക്കുന്നതിനും പോഷകാഹാരക്കുറവ് മൂലമുള്ള അസുഖങ്ങൾ തടയുന്നതിനും പുതിയ സഹായമെത്തിക്കൽ വഴി സാധ്യമാകും. നേരത്തെ പ്രത്യേക വിമാനത്തിൽ ഈജിപ്തിലെ അൽ അരീഷ് നഗരത്തിലെത്തിച്ച വസ്തുക്കൾ കർശനമായ സുരക്ഷാ പരിശോധനകൾക്കും നടപടിക്രമങ്ങൾക്കും ശേഷമാണ് ഗാസയിലേക്ക് കൊണ്ടുപോയത്. ഗാസയിലെ ജനങ്ങളുടെ ദുരിതം ലഘൂകരിക്കാനും ഏറ്റവും ദുർബലരായ വിഭാഗങ്ങളെ സംരക്ഷിക്കാനുമുള്ള യുഎഇയുടെ സഖ ചാരിറ്റി ഫൗണ്ടേഷന്റെയും പ്രതിബദ്ധതയാണ് ഈ ഉദ്യമത്തിലൂടെ വ്യക്തമാക്കുന്നത്. അതേസമയം പരിമിതമായിട്ടാണെങ്കിലും മാനുഷിക സഹായങ്ങൾ എത്തിച്ചു നൽകുന്നതിന്റെ ഫലമായി ഗാസയിലെ ക്ഷാമം അവസാനിച്ചുവെന്നും എന്നാൽ വിശപ്പിന്റെ തോതും മാനുഷിക സാഹചര്യവും ഗുരുതരമായി തുടരുകയാണെന്നുമാണ് UN പറയുന്നത്. ഗാസയിലെ 8 ഇപ്പോഴും ഭക്ഷ്യക്ഷാമം നേരിടേണ്ടി വരുന്നുവെന്നാണ് UN പറയുന്നത്. ശൈത്യകാല വെള്ളപ്പൊക്കവും തണുത്ത കാലാവസ്ഥയും കാരണം വിശപ്പിന്റെ കാഠിന്യം കൂടിയിട്ടുണ്ടെന്നും കൂട്ടിച്ചേർക്കുന്നുണ്ട്. 2 വർഷം നീണ്ട യുദ്ധത്തിൽ ഭവനങ്ങളുടെയും സിവിലിയൻ അടിസ്ഥാന സൗകര്യങ്ങളുടെയും ഭൂരിഭാഗവും ഇസ്രയേൽ നശിപ്പിച്ചതിനാൽ ഗാസയിലെ ആളുകൾ ടെന്റുകളിലും മറ്റ് നിലവാരമില്ലാത്ത സ്ഥലങ്ങളിലുമാണ് ഇപ്പോൾ താമസിക്കുന്നത്. ഒക്ടോബറിൽ ഇസ്രയേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തലിനു ശേഷം സഹായ വിതരണത്തിനുള്ള നിയന്ത്രണങ്ങൾ ഇസ്രയേൽ ഭാഗികമായി ലഘൂകരിച്ചിരുന്നു. പക്ഷേ വിതരണം ഇപ്പോഴും പരിമിതവും അസ്ഥിരവുമാണെന്നാണ് UN പറയുന്നത്. പ്രദേശത്തേക്കുള്ള ഭക്ഷ്യസഹായത്തിലുള്ള ഇസ്രയേലിന്റെ നിയന്ത്രണങ്ങൾ മൂലം വൻതോതിൽ പട്ടിണി ഉണ്ടാക്കിയതിനെ തുടർന്ന് ഓഗസ്റ്റിൽ ഗാസയുടെ ചില ഭാഗങ്ങളിൽ UN നിരീക്ഷകരായ IPC ആദ്യമായി ക്ഷാമം പ്രഖ്യാപിച്ചിരുന്നു. ആ സമയത്ത് കുറഞ്ഞത് 450 പേരെങ്കിലും പട്ടിണി കിടന്ന് മരിക്കുകയുണ്ടായി. വെടിനിർത്തലിനു മുമ്പ് ഗാസയിലേക്കുള്ള സഹായങ്ങൾ പ്രവേശിക്കുന്നതിന് ഇസ്രയേൽ കടുത്ത ഉപരോധവും ഏർപ്പെടുത്തിയിരുന്നു. ഒക്ടോബറിൽ US മധ്യസ്ഥതയിലുള്ള വെടിനിർത്തൽ പ്രാബല്യത്തിൽ വന്നതിനു ശേഷം UNൽ നിന്നും അതിന്റെ പങ്കാളികളിൽ നിന്നുമുള്ള സഹായം ഇസ്രയേൽ അനുവദിക്കാൻ തുടങ്ങി. എന്നിരുന്നാലും കരാർ ഇപ്പോഴും ദുർബലമാണെന്ന് സഹായ പ്രവർത്തകർ പറയുന്നുണ്ട്. ഇസ്രയേൽ പ്രദേശത്ത് ഇപ്പോഴും ദിവസവും ആക്രമണങ്ങൾ നടക്കുന്നുണ്ട്. വെടിനിർത്തൽ തകർന്നാൽ ഗാസ മുനമ്പ് വീണ്ടും ക്ഷാമത്തിലേക്ക് വഴുതി വീഴുമെന്നും IPC മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. അതേസമയം ഇസ്രയേലിന്റെ തുടർച്ചയായ ആക്രമണങ്ങളോട് പൊരുതുന്ന ഗാസയെ അതീവ ദുരിതത്തിലാക്കി അതിശൈത്യവുമെത്തി. ഡിസംബറിൽ മാത്രം അതിശൈത്യം ബാധിച്ച് കുട്ടികളടക്കം 17 പേരാണ് ഇവിടെ മരിച്ചത്. ശൈത്യത്തോടൊപ്പം മഴയും വെള്ളപ്പൊക്കവും ഉണ്ടായതോടെ സമാനതകളില്ലാത്ത വെല്ലുവിളി നേരിടുകയാണ്. പട്ടിണിയും പകർച്ചവ്യാധിയും സ്ഥിതി രൂക്ഷമാക്കി. താൽക്കാലികമായി നിർമ്മിച്ച തുണി ടെന്റുകളിലും കെട്ടിട അവശിഷ്ടങ്ങൾക്കിടയിലുമാണ് ഇപ്പോൾ ആളുകൾ കഴിയുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.